നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. മയക്കുമരുന്ന് കേസിൽ പിടികിട്ടാപ്പുള്ളിയായി കോടതി പ്രഖ്യാപിച്ച പ്രതിയെ മേലാറ്റൂരിൽ വെച്ച് ഷൊർണൂർ പോലീസ് പിടികൂടിയത് ജാമ്യത്തിലിറങ്ങിയ പ്രതി നേരത്തെയുള്ള വിലാസത്തിൽ നിന്നും മാറി മേലാറ്റൂരിൽ വാടക വീട്ടിൽ കുടുംബത്തോടൊപ്പം ഒളിവിൽ കഴിയുന്നതിനിടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തുകയായിരുന്ന വാടനംകുറിശി സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. മണ്ണൂർ പഞ്ചായത്തിനെതിരെ നിയമയുദ്ധത്തിനൊരുങ്ങി പഞ്ചായത്ത് അംഗം. നിയമയുദ്ധം ഗ്രാമപഞ്ചായത്തിനെതിരെയുള്ള അഴിമതി കേസുകളിൽ വിവരാവകാശത്തിന് നൽകിയ പരാതിയിൽ വ്യക്തതയില്ലാത്ത നടപടിക്കെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിയമവിരുദ്ധ നടപടിക്കെതിരെ നീതി ലഭിക്കുന്നതുവരെ പോരാട്ടമെന്ന് വാർഡംഗം VM അൻവർ സാദിഖ്. കേരള കലാമണ്ഡലത്തിന് ചരിത്ര നിമിഷം. കഥകളിയിൽ മുസ്ലിം പെൺകുട്ടി അരങ്ങേറ്റം കുറിച്ചു. 15-കാരി സാബ്രി ഇനി മുതൽ കലാമണ്ഡലം സാബ്രി. വാർത്തകൾ വിശദമായി. പിടികിട്ടാപ്പുള്ളിയായി കോടതി പ്രഖ്യാപിച്ച മയക്കുമരുന്നു കേസിലെ പ്രതിയെ മേലാറ്റൂരിൽ വെച്ച് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതേ കേസിൽ 40 ദിവസത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ നിരന്തരമായി കോടതിയിൽ ഹാജരാക്കാത്തതിനെ തുടർന്ന് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. നേരത്തെയുള്ള വിലാസത്തിൽ നിന്നും മാറി ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ വെട്ടത്തൂരിൽ വാടക വീട്ടിൽ കുടുംബവുമായി കഴിയുകയായിരുന്നു. സംസ്ഥാന ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഇയാളെ മേലാറ്റൂരിലെത്തി ഷൊർണൂർ പോലീസ് പിടികൂടുകയായിരുന്നു. 50 വയസ്സുള്ള അബ്ദുൾ റഹ്മാനാണ് പോലീസിന്റെ പിടിയിലായത്. ഇൻസ്പെക്ടർ V രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ASIമാരായ K അനിൽകുമാർ, TP രാജീവ്, CPO സജീഷ്, സബ് ഡിവിഷൻ ക്രൈം സ്ക്വാഡിലെ SCPO മുരുകൻ സഭാപതി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വച്ച് വിൽപ്പന നടത്തിയയാളെ പട്ടാമ്പി എക്സൈസ് പിടികൂടി. വാടനംകുറിശി തെക്കുമുറി പറമ്പിൽ 31 വയസ്സായ ഷിജുവിനെയാണ് വാടനംകുറിശി തെണ്ടൻ കോട്ടയിൽ വച്ച് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ യുവാവിനെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സൽമാൻ റസാലി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സഞ്ജോസ്, അനൂപ് രാജ്, ഷിബു പ്രസാദ് എന്നിവരാണ് യുവാവിനെ പിടികൂടിയത്. മണ്ണൂർ പഞ്ചായത്തിനെതിരെ പഞ്ചായത്ത് അംഗം നിയമയുദ്ധത്തിലേക്ക്. ഗ്രാമപഞ്ചായത്തിനെതിരെ ചില അഴിമതികൾ തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവരാവകാശത്തിന് ശരിയായ മറുപടി നൽകുന്നില്ലെന്ന് വാർഡംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിയമവിരുദ്ധ നടപടിക്കെതിരെയും നീതി ലഭിക്കും വരെ പോരാടുമെന്ന് വാർഡംഗം VM അൻവർ സാദിഖ് പറഞ്ഞു. ജൂലൈ മാസം 23-ന് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന് നൽകിയ വിവരാവകാശത്തിനുള്ള മറുപടിയിലാണ് വ്യക്തത വരുത്തി നൽകാതെ തന്നെ വലപ്പിക്കുന്നതെന്ന് പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്. 2.5 മാസത്തോളമായി ശരിയായ മറുപടി നൽകാതെ രേഖകൾക്ക് പകരം അവിടെ പോയി പരിശോധിക്കാം എന്നാണത്രേ മറുപടിയായി നൽകുന്നത്. ഇത് തികച്ചും വിവരാവകാശ നിയമത്തിന് എതിരാണെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു. ഇതിനെതിരെ ബന്ധപ്പെട്ടവർക്ക് വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ ഹൈക്കോടതിയിൽ നിയമയുദ്ധത്തിന് പോകാനും തയ്യാറായിരിക്കുകയാണ്. ഒരു പഞ്ചായത്ത് അംഗത്തിന് ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പഞ്ചായത്ത് സെക്രട്ടറിയുടെ തെറ്റായ ഈ നടപടിക്ക് എതിരെ നിയമയുദ്ധം നടത്തും. നീതി കിട്ടുന്നതുവരെ പോരാടുമെന്ന് അൻവർ സാദിഖ് പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും അവരുടെ പക്ഷപാതത്വത്തിനെതിരെയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. 23/7/2025 ജൂലൈ മാസത്തിൽ ഞാൻ കൊടുത്ത വിവരാവകാശത്തിന് മറുപടി തരാതെ ഉഡായിപ്പുകളുമായി പഞ്ചായത്ത് സെക്രട്ടറി അവഹേളിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വിവരാവകാശം 23/7/2025 കൊടുത്തതിന് ആദ്യം പറഞ്ഞു 3 രൂപ കൊടുത്താൽ അതിന്റെ പകർപ്പ് തരാമെന്നും വന്ന് പരിശോധിക്കാമെന്നും പറഞ്ഞപ്പോ ഞാൻ എത്ര രൂപ വേണമെങ്കിലും തരാൻ തയ്യാറാണെന്നും എനിക്ക് പരിശോധിക്കുകയല്ല പകർപ്പാണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തപ്പോ വീണ്ടും അത് തരാതിരിക്കാൻ 5 വർഷത്തെ അല്ലെങ്കിൽ ഈ രേഖകളൊന്നും അവിടെ ഇല്ല എന്നും അവർക്ക് തിരക്കാണ് എന്നും വിവരാവകാശത്തിന് മറുപടി തരാൻ തയ്യാറില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി തന്നിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അപ്പീൽ അധികാരിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടാതെ ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരുമായി സംസാരിച്ച് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നടപടിക്കെതിരെ, ഈ തെറ്റായ ഈ നടപടിക്കെതിരെ നമ്മൾ ഹൈക്കോടതിയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കലാമണ്ഡലത്തിന് ചരിത്ര നിമിഷം. കഥകളിയിൽ ആദ്യമായി മുസ്ലിം പെൺകുട്ടി അരങ്ങേറ്റം കുറിച്ചു. 15 വയസ്സുകാരി സാബ്രിയുടെ ചിരകാല സ്വപ്നത്തിന്
നിരവധി പേർ സാക്ഷികളായി. ഇനി മുതൽ അറിയപ്പെടുന്നത് കലാമണ്ഡലം സാബ്രി. 2.5 വർഷത്തെ പഠനത്തിനു ശേഷമാണ് കഥകളിയിൽ സാബ്രി അരങ്ങേറ്റം കുറിച്ചത്. ഇനി മുതൽ കലാമണ്ഡലം സാബ്രി എന്നാണ് അറിയപ്പെടുക. വ്യാഴാഴ്ച രാത്രി ഏറെ വൈകിയാണ് പുറപ്പാട് കഥകളി കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അരങ്ങിലെത്തിയത്. സാബ്രിയോടൊപ്പം ഗായത്രി, രവി, ദർശന, ആർദ്ര, അക്ഷയ്, ജീവൻ രാജ്, അർജുൻ എന്നിവരടങ്ങുന്ന 7 അംഗ സംഘമാണ് അരങ്ങേറ്റം കുറിച്ചത്. ആദ്യ ടീമിൽ സാബ്രി അടക്കം 5 അംഗവും അതിൽ മൂന്നാമതായി സാബ്രിയും രംഗത്ത് വന്നു. പിന്നീട് 2 പേരും അരങ്ങേറ്റം കുറിച്ചു. കലാമണ്ഡലത്തിലെ കഥകളിയിലെ എല്ലാ ആശാന്മാരും വിദ്യാർത്ഥികളും കൂടാതെ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ അരങ്ങേറ്റം കാണാനായി എത്തിയിരുന്നു. നിരവധി വിദേശികളും ചടങ്ങിൽ സാക്ഷികളായി. കൊല്ലം ജില്ലയിലെ അഞ്ചൽ പനച്ചിവിള തേജസ്സിൽ വീട്ടിൽ പരിസ്ഥിതി ഫോട്ടോഗ്രാഫർ നിസാം അമ്മാസിൻ്റെയും അനീസയുടെയും മകൾ തട്ടമിട്ട് മൈലാഞ്ചി അണിഞ്ഞ 15 വയസ്സുള്ള സാബ്രി 10ാം തരം തെക്കൻ കഥകളി വിദ്യാർത്ഥിയാണ്. ഇങ്ങനെയൊരു അസുലഭ നിമിഷം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഇനിയും നിരവധി പാഠങ്ങൾ കഥകളിയിൽ പഠിക്കാനുണ്ടെന്നും അതെല്ലാം പഠിച്ചതിനു ശേഷമേ കലാമണ്ഡലത്തിൽ നിന്ന് പോവുകയുള്ളൂ എന്ന് പിതാവ് നിസാം അമാസ് പറഞ്ഞു. അവിടെ നിന്ന് കലാമണ്ഡലത്തിൻ്റെ കൂത്തമ്പലത്തിൽ വെച്ച് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. അവൾ ഇവിടെ 8ാം തരത്തിൽ പഠിക്കാൻ കയറുകയും അതേപോലെ തന്നെ ഈ 10ാം തരമായപ്പോൾ അവളുടെ കഥകളിയുടെ അരങ്ങേറ്റമാണ്. ഇനി തുടർ പഠനം ഇവിടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനിടയിൽ ഇന്ന് വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. അവളുടെ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, അവളുടെ ഇഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ആഗ്രഹത്തിൻ്റെ ഒരു സബലീകരണമായിരുന്നു. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കലാമണ്ഡലത്തിൽ ഇങ്ങനെ അവസരം കിട്ടിയതിലുള്ള ഒരു സ്നേഹവും നന്ദിയെല്ലാം ഈ അവസരത്തിൽ പറയുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 2 ദിവസങ്ങളിലായി നടന്നിരുന്ന പാലക്കാട് മുട്ടിക്കുളങ്ങര AKP 1990 ബാച്ചിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്നേഹസംഗമം സമാപിച്ചു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സംഗമത്തിൽ പങ്കെടുത്തു. റിട്ടയർഡ് SI വിജയൻ വട്ടിയൂർക്കാവ് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ റിട്ടയർഡ് SI IK നാരായണൻ അധ്യക്ഷത വഹിച്ചു. കവിതാരംഗത്ത് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച റിട്ടയർഡ് SI ജയചന്ദ്രൻ തിരുവനന്തപുരത്തെ ജോയിന്റ് കൺവീനർ P ഹംസ ഷൊർണൂർ പൊന്നാടയണിയിക്കുകയും മെമ്മന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. തുടർന്ന് മുഖ്യപ്രഭാഷണം അദ്ദേഹം നിർവഹിച്ചു. മറ്റു ഭാരവാഹികളായ ബാലൻ കാസർഗോഡ്, സുനിൽ രാജ് പത്തനംതിട്ട, കൃഷ്ണൻകുട്ടി പാലക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ട്രെയിനിങ് ചെയ്ത് പോലീസായി അവിടെ നിന്ന് മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയ 2 പേരാണ്. അന്ന് നമ്മുടെ അധ്യക്ഷനായ നാരായൺജിയും അതുപോലെ നമ്മുടെ കാര്യമുള്ള ജോഗമാറും. അവരുടെ കൂട്ടായ്മയിൽ പോകില്ല, പക്ഷെ അവർ വരുന്നത് ഈ കൂട്ടായ്മ 2 വർഷം അവർ പോലീസ് ജോലി ചെയ്തു. ഇപ്പോഴും അവർ ഇതിനകത്ത് താല്പര്യമായിട്ട് വരുന്നത് അതിന്റെ ആ ദൃഢത, നമ്മുടെ പോലീസിനകത്തുള്ള ട്രെയിനിങ്ങിന്റെ ഒത്തൊരുമ, ആ ദൃഢത എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് അത് കാണിക്കുന്നത്. നമ്മൾ വീണ്ടും പോലീസിൽ തുറന്നു, പക്ഷെ അവര് ഡിപ്പാർട്ട്മെന്റ് മാറിയിട്ടും നമ്മുടെ ഈ കൂട്ടായ്മ വരുന്നത്. കൺവീനർ CK ആന്റണി സ്വാഗതവും U രാജൻ തൃശൂർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഖത്തമുൽ ഖുർആൻ ദുആ മജ്ലിസും ടാലന്റ് മീറ്റും ചെറുതുരുത്തി നൂറുൽ ഹുദ എഡ്യൂക്കേഷൻ സെന്ററിൽ നടന്നു. 7 വിദ്യാർത്ഥികൾ ഖുർആൻ മനഃപ്പാഠമാക്കി. സന്ദേശമായി നൽകുന്ന ഉജ്ജ്വലവും യഥാർത്ഥവുമായ ഇസ്ലാം. ആ വിശുദ്ധമായ ഇസ്ലാമിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇരു ലോകത്തും വിജയീകരിക്കാൻ കഴിയാവുന്നതാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിന്റെ അധിഷ്ഠിതമായ ജീവിതവും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ നമുക്ക് ഇരു ലോകത്തും വിജയിക്കാൻ കഴിയും. നശ്വരമാകുന്ന ഈ ലോകത്തെ ചുരുങ്ങിയ ആയുസ് മാത്രം മുന്നോട്ട് വെക്കുന്ന നമ്മളൊക്കെ ഏറ്റവും വലിയ ഒരു ലോകത്തേക്കുള്ള യാത്രക്കുള്ള തയ്യാറെടുപ്പ്. ജനറൽ സെക്രട്ടറി
PA അലി പറ്റയിൽ അധ്യക്ഷത വഹിച്ചു. അൻവർ ഫൈസി കാഞ്ഞിരപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി. ഹിഫ്ള് പ്രിൻസിപ്പൽ ഹാഫിൽ ഉമർ അൻസുരി ആമുഖ പ്രഭാഷണം നടത്തി. കലാമുന എന്ന നാമധേയത്തിൽ 2 ഗ്രൂപ്പുകളിലായി വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തപ്പെട്ട 40-ൽ പരം പരിപാടികളിൽ ഫാൽക്കൺ ഗ്രൂപ്പ് 1-ാം സ്ഥാനവും ഫിനിക്സ് ഗ്രൂപ്പ് 2-ാം സ്ഥാനവും നേടി. മുഴുവൻ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം MP കുഞ്ഞിക്കോയ തങ്ങൾ, PA അലി പറ്റയിൽ എന്നിവർ നിർവഹിച്ചു. പ്രിൻസിപ്പൽ അഷ്കർ അലി അൻവരി സ്വാഗതവും അധ്യാപകൻ മുബഷീർ അൻവരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയുടെ 100 സമ്പൂർണ്ണ കൃതികൾ കുഞ്ചൻ സ്മാരക വായനശാലയ്ക്ക് കൈമാറി റിട്ടയർഡ് അധ്യാപകൻ പേരൂർ സ്വദേശി ഗോപാലകൃഷ്ണനാണ് വായനശാലയ്ക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചത്. കുഞ്ചൻ സ്മാരക വായനശാല ഭാരവാഹികളായ K ഹരി, CK ശിവദാസ്, P പ്രദീപ്, AR രാജേഷ് എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. മുൻ അധ്യാപകൻ T ഷറഫുദ്ദീൻ, സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, ഡോക്ടർ സദനം ഹരികുമാർ, കുന്നിൽ വിജയൻ, CK ശിവദാസ്, മുരളി മങ്കര, വിനോദ് മങ്കര, സതീഷ് കൊയിലത്ത് എന്നിവർ സംസാരിച്ചു. He is almost 28 like that. Just reverse that. So I really do prostrations at his lotus feet, and the whole family and whoever are related to Government High School of Mangara for getting the foundational knowledge of our life. Our schools have really given us. പേരൂർ ഗോപാലകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. പേരൂർ ഗോപാലകൃഷ്ണനെ ശിഷ്യന്മാർ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ ചെമ്മുകയിൽ നിർമ്മിച്ച പകൽ വീടിന്റെ പ്രവർത്തനോദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം P പാഞ്ചാലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് അംഗം ജിത്തു സംസാരിച്ചു. പ്രദേശത്തെ വയോധികരായ വീട്ടമ്മമാർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്തിലെ 60 കഴിഞ്ഞ വയോധികർക്ക് വേണ്ടിയാണ് പകൽ വീട് സ്ഥാപിച്ചിരിക്കുന്നത്. 2019 ഉദ്ഘാടനം കഴിഞ്ഞ പകൽ വീട് വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയായിരുന്നു. കാട് നിറഞ്ഞ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരുന്നു. പുതിയ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിലാണ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. പ്രവർത്തനം തുടങ്ങിയതോടെ വരും ദിവസങ്ങളിൽ ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പകൽ വീടിൽ പ്രത്യേക പരിശീലനം നൽകിയ ജീവനക്കാരിയെ നിയോഗിച്ചതായും പ്രസിഡന്റ് ഗോകുൽദാസ് അറിയിച്ചു. 2019 ആ കല്ല് അവിടെ കാണാം. 2019 ഇത് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ പകൽ വീട്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കിതിന്റെ മോട്ടോർ കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ കുറച്ച് കാലതാമസം വന്നിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ എന്താണ് ഈ പകൽ വീട്, എന്തിനാണ് ഈ പകൽ വീട് എന്നാണല്ലോ ഇപ്പൊ നമ്മളൊക്കെ ആലോചിക്കുന്നത്. എന്താ പുതക്കൊണ്ടൊക്കെ നമുക്ക് ഉപകാരം എന്ന് ചോദിച്ചാൽ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം പഞ്ചായത്തിലെ മണപ്പുള്ളിക്കാവ് റോഡ് കോൺക്രീറ്റ് ചെയ്തു. 3.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. 12-ാം വാർഡ് മെമ്പർ ആശാദേവിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ റോഡ് ഉദ്ഘാടനം ചെയ്തു. സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് മുള്ളൂർക്കര ജുമ്മ മസ്ജിദ് അങ്കണത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ കോർണർ സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിവിധ അവാർഡുകൾ കരസ്ഥമാക്കിയ പള്ളി ഭാരവാഹികളെ ആദരിച്ചു. മഹല്ല് പ്രസിഡന്റ് സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹല്ല് ഖത്തീബ് A അഷ്റഫ് ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഞങ്ങൾക്കുള്ള സഹോദരന്മാരെ നീ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ആമീൻ നീ സ്വീകരിക്കണം തമ്പുരാനെ. അല്ലാഹുവേ അവർ ഞങ്ങളുടെ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്, ഞങ്ങൾക്കുള്ള പിതാക്കന്മാരാണ് റബ്ബേ. അല്ലാഹുവേ നിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായം അവർക്കില്ല നാഥ. അവർ നീ സഹായിക്കണേ റബ്ബേ. അൽ ഹാക്കിമി ബിരുദം നേടിയ മഹല്ല് ജനറൽ സെക്രട്ടറി KM ഉമർ മാസ്റ്ററെയും മഹാത്മജി പുരസ്കാർ ജേതാവ് ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനിയെയും മഹല്ല് കമ്മിറ്റിയുടെയും മഹല്ല് യൂത്ത് ഫെഡറേഷന്റെയും നേതൃത്വത്തിൽ ആദരിച്ചു. പള്ളി ട്രഷറർ CM ഷംസുദ്ദീൻ, മറ്റു ഭാരവാഹികളായ PA അബ്ദുസലാം, PS അബൂബക്കർ, AH മുഹമ്മദ്, AM ഹാരിസ്, KM അബ്ദുറസാഖ്, KM അബ്ദുസലാം, AM അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. മയക്കുമരുന്ന് കേസിൽ പിടികിട്ടാപ്പുള്ളിയായി കോടതി പ്രഖ്യാപിച്ച പ്രതിയെ മേലാറ്റൂരിൽ വെച്ച് ഷൊർണൂർ പോലീസ് പിടികൂടി. പിടികൂടിയത് ജാമ്യത്തിലിറങ്ങിയ പ്രതി നേരത്തെയുള്ള വിലാസത്തിൽ നിന്നും മാറി മേലാറ്റൂരിൽ വാടക വീട്ടിൽ കുടുംബത്തോടൊപ്പം ഒളിവിൽ കഴിയുന്നതിനിടെ. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തുകയായിരുന്ന വാടനംകുറിശി സ്വദേശി എക്സൈസിന്റെ പിടിയിൽ. മണ്ണൂർ പഞ്ചായത്തിനെതിരെ നിയമയുദ്ധത്തിനൊരുങ്ങി പഞ്ചായത്ത് അംഗം. നിയമയുദ്ധം ഗ്രാമപഞ്ചായത്തിനെതിരെയുള്ള അഴിമതി കേസുകളിൽ വിവരാവകാശത്തിന് നൽകിയ പരാതിയിൽ വ്യക്തതയില്ലാത്ത നടപടിക്കെതിരെ. പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിയമവിരുദ്ധ നടപടിക്കെതിരെ നീതി ലഭിക്കുന്നതുവരെ പോരാട്ടമെന്ന് വാർഡംഗം VM അൻവർ സാദിഖ്. കേരള കലാമണ്ഡലത്തിന് ചരിത്ര നിമിഷം. കഥകളിയിൽ മുസ്ലിം പെൺകുട്ടി അരങ്ങേറ്റം കുറിച്ചു. 15-കാരി സാബ്രി ഇനി മുതൽ കലാമണ്ഡലം സാബ്രി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.